വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കേരളത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് എംഎൽഎ. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കോൺഗ്രസ് മണ്ഡലം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം തുറന്നുകാട്ടുന്നതിനായി കേരളത്തിൽ മാത്രമായി 93 ലക്ഷത്തിലധികം ലഘുലേഖകൾ അടിച്ച് വീടുകൾ കയറിയുള്ള പ്രവർത്തനങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30ഓടുകൂടി ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും. ഒക്ടോബർ മാസം രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് നടത്തും. അതിനായി രാഹുൽ ഗാന്ധിയുടെ സമയം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് ഒരു ബൃഹത്തായ പരിപാടി കേരളത്തിൽ നടത്താനാണ് തീരുമാനം. ഒപ്പം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കു വേണ്ടിയുള്ള കൃത്യമായ ഒരുക്കങ്ങൾ കെപിസിസി നടത്തും. അതിനുവേണ്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം വോട്ട് ചോരിക്കെതിരെ AICC ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള സിഗ്നേച്ചർ ക്യാമ്പയിനും കേരളത്തിൽ കൃത്യമായി നടക്കുന്നുണ്ട്. മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്ന് ഒപ്പ് ശേഖരണ പ്രവർത്തികളിലാണ് പ്രവർത്തകർ ഇപ്പോൾ. അടുത്ത മാസം 15-ാം തീയതി വരെയുള്ള സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്നും സണ്ണി ജോസഫ് പറയുന്നു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും കെപിസിസി അധ്യക്ഷൻ വിമർശനമുയർത്തി. CPIഎമ്മിന് ഈശ്വര വിശ്വാസമുണ്ടോ എന്നും സർക്കാരിന്റെ ശബരിമല നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സണ്ണി ജോസഫ് പറയുന്നു. കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും വിശ്വാസികളാണെന്നും കോൺഗ്രസിന് NSSുമായി എല്ലാ കാലത്തും നല്ല ബന്ധമുണ്ടെന്നും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം ഇരുമുടികെട്ടുമായി ശബരിമല കയറുന്നവരാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. KM മുരളീധരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാവരും ശബരിമലയിൽ പോകുന്നവരാണ്. യുവതി പ്രവേശന കാലത്ത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത സർക്കാരാണിത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ ഐഷ പോറ്റിയെ CPIഎം ഒറ്റപ്പെടുത്തി. മത്തായി ചാക്കോയ്ക്ക് അന്ത്യകൂദാശ നൽകിയതിനെ വിവാദമാക്കിയതും CPIഎം ആണ്. ഏത് CPIഎം നേതാവിനാണ് ശബരിമലയിൽ വിശ്വാസമുള്ളതെന്നും സണ്ണി ജോസഫ് ചോദിച്ചു. യുവതി പ്രവേശന കാലത്ത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത സർക്കാരാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നു. NSSുമായി കോൺഗ്രസിന് എല്ലാ കാലത്തും നല്ല ബന്ധമാണെന്നും NSSന് എല്ലാ കാലത്തും സമദൂര നിലപാടാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. എന്നാൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ഇപ്പോൾ കാണുമോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടില്ല. സാമുദായിക സംഘടനകൾക്ക് അവരവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KM മുരളീധരനും പ്രതികരിച്ചിരുന്നു. കോൺഗ്രസിന് ശബരിമല വിഷയത്തിൽ ആദ്യകാലം മുതൽ ഒരേ നിലപാടാണ്. 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് ശബരിമലയിൽ എത്തിച്ചത് LDF ആണ്. മുഖ്യമന്ത്രിയാണ് അത് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.